ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു കോളിഫ്ലവർ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതുപോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിന്റെ കൂടെ, ചോറിന്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഗ്രേവിയാണിത്. അപ്പം ഈ ഒരു കോളിഫ്ലവർ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു കോളിഫ്ലവറിനെ വേവിച്ചെടുക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇതുപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റോളം നമുക്ക് ഈ ഒരു വെള്ളം തിളപ്പിക്കാം. അതിനുശേഷം വെള്ളത്തിലോട്ട് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റോളം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല്, നമ്മുടെ ആ ഒരു കോളിഫ്ലവറിൽ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നശിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ കോളിഫ്ലവറിന്റെ ഏതൊരു ഡിഷ് വെച്ചാലും ഈ ഒരു സ്റ്റെപ്പ് മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു കോളിഫ്ലവർ ഒരു 2 മിനിറ്റോളം ആ ചൂടുവെള്ളത്തിൽ കിടന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്രേവി തയ്യാറാക്കാൻ വെക്കാം. അതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. കടായിലോട്ട് 1.5 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 ഏലക്ക, കറുകപ്പട്ട ഒരു ചെറിയ പീസ്, ഗ്രാമ്പു 2 എണ്ണം, ഇവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പൊ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സവാള ഒന്ന് വരേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് സവാള അങ്ങ് വഴറ്റി എടുക്കാം. അപ്പം പെട്ടെന്ന് സവാള വരണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇപ്പൊ തന്നെ ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അങ്ങനെ സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു പച്ചമുളകും കൂടി ഞാൻ നെടുകെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പച്ചമുളക് എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇവയെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാള എല്ലാം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ഇവയെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വലിയ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഇനി യൂസ് ചെയ്യുന്ന തക്കാളിക്ക് വലിയ പുളി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം വരെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം തക്കാളി ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു ചേർക്കുക. അരിഞ്ഞു ചേർത്തിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ വെള്ളം ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഗ്രേവി തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഒരു 5 മിനിറ്റോളം എങ്കിലും നമ്മൾ തിളപ്പിച്ചെടുക്കാമെങ്കിൽ ഗ്രേവി വറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് നമ്മുടെ ഈ ഒരു കറി വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഒരുപാട് ഗ്രേവി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കറി വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ദാണ്ടെ ഇത്തരത്തിൽ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കോളിഫ്ലവർ ഗ്രേവി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിക്കണേ. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.